കഥ ഇന്ദിരായുഗത്തിലെത്തിയല്ലോ. ഇന്ദിരായുഗം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് 1967 ഫെബ്രുവരിയിലാണ്. രാജ്യത്തെ 4ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ്. കാര്യം കോൺഗ്രസിനകത്ത് ഇന്ദിരാഗാന്ധി പ്രബലയാണെങ്കിലും കോൺഗ്രസ് ആകെ ദുർബലമായി കഴിഞ്ഞിരുന്നു. നേതൃനിരയിൽ തന്നെ ചേരിപ്പോര് രൂക്ഷമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രബലരായ നേതാക്കളാണ് ഇന്ദിരാഗാന്ധിയെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ശാക്തിക ചേരികളിൽ മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിൽ ഒരു പിളർപ്പും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. 1964 കേരളത്തിലെ പ്രബലനായ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായിരുന്ന PT ചാക്കോ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികൾ കലാപക്കൊടി ഉയർത്തി. കോൺഗ്രസ് മുഖ്യമന്ത്രിയായ R ശങ്കരനെ അവിശ്വാസ പ്രമേയത്തിൽ വീഴ്ത്തിയ ശേഷം അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടി. നായർ സമുദായാചാര്യനായ മന്നത്ത് പത്മനാഭൻ്റെ ആശീർവാദത്തോടെ ഒരു പാർട്ടി ഉണ്ടാക്കി. അതാണ് കേരള കോൺഗ്രസ്. 1964 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിളർന്നിരുന്നു. പിളർന്നു പോയവർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി, CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AKജിയും കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMSഉം ഒക്കെ ആ പാർട്ടിയിലാണ്, പുതിയ പാർട്ടിയിൽ CPIMൽ. ഈ പശ്ചാത്തലത്തിലാണ് 4ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1967 ഫെബ്രുവരി 17 മുതൽ 21 വരെ പല ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ്. അപ്പോഴേക്ക് ലോക്സഭയിലേക്ക് 26 സീറ്റുകൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭയിലാകെ 520 സീറ്റുകളുണ്ട്. ഇതിൽ 283 സീറ്റ് നേടാനേ കോൺഗ്രസിന് കഴിഞ്ഞുള്ളൂ. പഴയ കാലത്തെ പോലെ മൃഗീയ ഭൂരിപക്ഷമൊന്നുമില്ല, 2/3 ഭൂരിപക്ഷമൊന്നുമില്ല. പല സംസ്ഥാനങ്ങളിലും, അതായത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടകൾ എന്നറിയപ്പെട്ടിരുന്ന പല സംസ്ഥാനങ്ങളിലും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. തമിഴ്നാട്ടിൽ ഭരണം നഷ്ടമായി എന്ന് മാത്രമല്ല, കാമരാജ് സ്വന്തം മണ്ഡലത്തിൽ തോറ്റു. തമിഴ്നാട് നിയമസഭയിലെ 234 മണ്ഡലങ്ങളിൽ 138 എണ്ണം പിടിച്ച് DMK ഭരണം നേടി. അണ്ണാദുരൈ മുഖ്യമന്ത്രിയായി. പിന്നെ തമിഴ്നാട് കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. പിളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും ചേർന്ന് പിന്നെ 5 പാർട്ടികളെയും ചേർത്ത് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയിട്ടാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു. ബംഗാളിൽ കോൺഗ്രസ് വിട്ട് പുറത്തുപോയി ബംഗാള കോൺഗ്രസ് ഉണ്ടാക്കിയ വിമത നേതാവ് അജോയ് മുഖർജി CPMൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി. എന്തിനേറെ പറയുന്നു, പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ ഇരുമ്പ് കോട്ടകൾ എന്നറിയപ്പെട്ടിരുന്ന 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ദുർബലമായ കോൺഗ്രസിൻ്റെ പ്രബലയായ നേതാവ് ഇന്ദിരാഗാന്ധി അങ്ങനെയൊക്കെയാണെങ്കിലും പ്രധാനമന്ത്രിയായി. രാജാജി, അതായത് രാജഗോപാലാചാരി, പ്രതിപക്ഷ നേതാവായി. കഥയിൽ അങ്ങനെ എന്തൊക്കെ വേഷങ്ങൾ!